വാർത്തകൾ തുടരുന്നു. കിർലായി കാർലിക്കോട് അംഗനവാടിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വെൽഫെയർ കമ്മിറ്റിയുടെയും അമ്മമാരുടെയും നേതൃത്വത്തിൽ ക്രിസ്മസ് ട്രീയും ഒരുക്കിയിരുന്നു. ക്രിസ്മസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് കരുളായി കാർലിക്കോട് അംഗനവാടിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. അംഗനവാടി വെൽഫെയർ കമ്മിറ്റിയും അമ്മമാരുടെയും നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ക്രിസ്മസ് ട്രീ നിർമ്മാണത്തിന് പുറമെ ക്രിസ്മസ് സുഹൃത്തിനെ തിരഞ്ഞെടുക്കുകയും തുടർന്ന് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും ക്രിസ്മസ് കേക്ക് വിതരണവും നടത്തി. ചടങ്ങുകൾക്ക് കരുളായി ഗ്രാമപഞ്ചായത്ത് അംഗം കരുവാടൻ സുന്ദരൻ, അംഗനവാടി വർക്കർ ശൈലജ, ഹെൽപ്പർ ചന്ദ്രിക, വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് ഹരിഹരൻ ചെമ്മന്തിട്ട, ട്രഷറർ പി സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. EMS ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഉടൻ തുക നൽകണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ചാലും ഞങ്ങൾക്ക് അധികാരത്തിലേറാം എന്ന് വ്യാപരിക്കുന്നവർ പഞ്ചായത്തും രാജ്യവും സംസ്ഥാനവും ഭരിക്കുമ്പോൾ പാവപ്പെട്ടവന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സമരം ഞങ്ങൾ 5ാമത് തവണ സമരം ചെയ്യുമ്പോഴും ഞങ്ങൾ അക്രമം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പഞ്ചായത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഈ 328 ആളുകൾ വീടുന്ന സ്വന്തം സാക്ഷാത്കരിക്കാൻ തയ്യാറാകാത്ത ഈ ഭരണസമിതിക്കെതിരായി ഞങ്ങൾ ഈ സമരം നടത്തുമ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഇവിടെ സമരത്തിലാണ്. എന്താ സമരത്തിന്റെ മുദ്രാവാക്യം? ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വീടിന് പണം കൊടുക്കണമെന്ന സാധാരണക്കാർക്കുമുള്ള പെൻഷൻ ഉണ്ടാ ക്രിസ്മസ് അടുത്ത് വരുന്നു. ക്രിസ്മസ് കഴിയാൻ പോവുകയാണ്. അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നു എന്ന് ലീഗും കോൺഗ്രസും പ്രഖ്യാപിച്ചോ? അതല്ല ഇവിടെ ആദിവാസികൾക്കും ഹരിജനം ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ എന്തെങ്കിലും പദ്ധതിയുടെ പേരിൽ സമരം ചെയ്തോ? EMS ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾ കൂര പൊളിച്ച് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 2.5 വർഷം പിന്നിടുന്നു. പലർക്കും 1ാം ഗഡു മാത്രമാണ് നൽകിയിട്ടുള്ളത്. 1ാം ഗഡു കൊണ്ട് ഉള്ള ഊര പൊളിച്ച് തറ നിർമ്മാണം മാത്രം പൂർത്തീകരിച്ചവരാണ് ഭൂരിഭാഗം പേരും. വീട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് എഗ്രിമെന്റ് വെച്ചവർ പട്ടിപ്പലിശയ്ക്ക് പണമെടുത്ത് നിർമ്മാണം ആരംഭിച്ച് കടക്കണി പെരുകി ആത്മഹത്യയുടെ മുനമ്പിലാണ്. 328 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയിൽ വീട് ലഭിക്കേണ്ടത്. പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കേണ്ട മൂത്തേടം സർവീസ് ബാങ്കും UDF ആണ് ഭരിക്കുന്നത്. തുക ഉടൻ വിതരണം ചെയ്തില്ലെങ്കിൽ വീടില്ലാതെ ദുരിതത്തിൽ കഴിയുന്ന ഗുണഭോക്താക്കളെ സംഘടിപ്പിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കുടിൽകെട്ടി സമരത്തിന് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. മാർച്ച് CPM എടക്കര ഏരിയ കമ്മിറ്റി അംഗം AT റജി ഉദ്ഘാടനം ചെയ്തു. DYFI മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ബിൻഷാദ് അധ്യക്ഷത വഹിച്ചു. DYFI എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് VK ഷാനവാസ്, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TV വിശ്വനാഥൻ, പുളിക്കൽ രായൻ എന്നിവർ പ്രസംഗിച്ചു. DYFI പഞ്ചായത്ത് സെക്രട്ടറി EP ബിജു സ്വാഗതവും ട്രഷറർ S ഷിബു നന്ദിയും പറഞ്ഞു. കൃഷിയിടത്തിൽ ഒറ്റപ്പെട്ട നിലയിൽ 3 ദിവസം പ്രായമായ കുട്ടിയാനയെ കണ്ടെത്തി. കരുവാരകുണ്ടിലെ കൽക്കുണ്ട് ആനത്താനം എസ്റ്റേറ്റിൽ ഇന്നലെ ഉച്ചയോടെയാണ് ആനക്കുട്ടിയെ തൊഴിലാളികൾ കണ്ടെത്തിയത്. വിവരം അറിഞ്ഞെത്തിയ വനപാലകർ നെടുങ്കയം ആനപ്പന്തിയിലേക്ക് ആനക്കുട്ടിയെ എത്തിക്കുകയും പിന്നീട് കോടനാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആനത്താനം എസ്റ്റേറ്റിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാനകൾ സ്ഥിര സാന്നിധ്യമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാട്ടാനയെ തുരത്തുന്നതിനിടെ കാട്ടാനകൾ വിരട്ടിയോടിക്കുകയും 5ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 3 ദിവസം മാത്രം പ്രായമായ കാട്ടാനക്കുട്ടി കൃഷിയിടത്തിൽ ഉള്ളതായി തൊഴിലാളികൾ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. അവശനായ കുട്ടി ആനക്കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ട സ്ഥിതിയിലായിരുന്നു. ആനക്കൂട്ടം കാട് കയറിയെങ്കിലും കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതോടെ കരുവാരകുണ്ട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ K ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം കുട്ടിയെ ഏറ്റെടുത്ത് നെടുങ്കയം ആനപ്പന്തിയിൽ ഏൽപ്പിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയോടെ കോടനാട്ടിലേക്ക് കുട്ടിയെ എത്തിക്കുമെന്ന് വനപാലകർ പറഞ്ഞു. കരുവാരകുണ്ട് വെറ്റിനറി സർജൻ ഡോക്ടർ സജികുമാർ കുട്ടിയെ പരിശോധിച്ചു. കാട്ടാനക്കുട്ടിയെ വനംവകുപ്പിന്റെ പിടിയിലായതോടെ ആനകൾ കൂട്ടത്തോടെ കുട്ടിയെ തേടിയെത്തും എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. കുട്ടിയെ വനംവകുപ്പ് കരുവാരകുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചതോടെ നാട്ടുകാർ തടിച്ചുകൂടി. നഷ്ടപ്പെട്ട കുട്ടിയെ തേടി ആനക്കൂട്ടം നാട്ടിലെത്തി. കരുവാരകുണ്ടിലെ കൽക്കുട്ട് കുണ്ടോട മലയാരങ്ങളിലാണ് ബുധനാഴ്ച ആനക്കൂട്ടം ഇറങ്ങിയത്. കൽക്കുണ്ട് ആനത്താനം എസ്റ്റേറ്റിൽ നിന്ന് ഒറ്റപ്പെട്ട നിലയിൽ കാണപ്പെട്ട 3 ദിവസം പ്രായമുള്ള ആനക്കുട്ടിയെ വനംവകുപ്പ് അധികൃതർ ചൊവ്വാഴ്ച ആന വളർത്തു കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. പടക്കത്തിന്റെ ശബ്ദവും മറ്റ് ബഹളവും കേട്ട് കാട്ടിലേക്ക് മടങ്ങിയ ആനക്കൂട്ടം ചൊവ്വാഴ്ച രാത്രിയോടെ വീണ്ടും മലവാരത്തിലെത്തിയിട്ടുണ്ട്. മലവാരത്തിൽ തമ്പടിച്ച ആനക്കൂട്ടം കാട്ടിലേക്ക് മടങ്ങാത്തതിനാൽ കുണ്ടോട് കൽക്കുണ്ട് മലവാരങ്ങളിൽ ബുധനാഴ്ച ടാപ്പിംഗ് മുടങ്ങി. മലയോര കർഷകരും തോട്ടം തൊഴിലാളികളും അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേന മലവാരത്തിലെത്തിയിട്ടുണ്ട്.
കുട്ടിയെ തേടിയെത്തിയ ആനക്കൂട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗത്തു നിന്ന് ഓടിക്കുമ്പോൾ മറുഭാഗത്തിലൂടെ ആനക്കൂട്ടം താഴെ എത്തുകയാണ് ചെയ്യുന്നത്. സൈലന്റ് വാലി ബഫർ സോണിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. കുണ്ടോട ഭാഗത്തിലൂടെ ആനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങിയതിനാൽ വനാതിർത്തിയിൽ സൈലന്റ് വാലിയുടെ കീഴിൽ നടത്തിയിരുന്ന സൗരോർജ്ജ വേലി നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ്. 1 മാസത്തിലേറെയായി വേലി നിർമ്മാണം തടസ്സപ്പെട്ടിട്ട്. കൃഷിയിടത്തിൽ പ്രസവിച്ച ആനക്കൂട്ടം കാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് കുട്ടി നഷ്ടപ്പെടുക കൂടി ചെയ്തിട്ടുള്ളതിനാൽ ആനകളെ പിന്തിരിപ്പിക്കുവാൻ പ്രയാസമാകുമെന്നാണ് അധികൃതർ പറയുന്നത്. കുട്ടിയെ തേടിയെത്തിയ ആനക്കൂട്ടത്തിൽ കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനകളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദ്രുതകർമ്മസേനയെ മലവാരത്തിൽ നിലനിർത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. തീരാത്ത പകയാണ് ആനകൾക്കുള്ളതെന്നും കുട്ടിയെ നഷ്ടപ്പെട്ട ആനക്കൂട്ടം കലി തീർക്കാതെ പിന്മാറില്ലെന്നും കർഷകർ പറയുന്നു. ബുധനാഴ്ച പകൽ 11 മണിക്ക് പോലും ആനക്കൂട്ടം മലബാരത്തിലെ റബ്ബർ തോട്ടത്തിലുണ്ട്. കാൽക്കുണ്ട് ആനത്താനം എസ്റ്റേറ്റിൽ നിന്ന് വനപാലകർ ഏറ്റെടുത്ത ആനക്കുട്ടിയെ എറണാകുളത്തെ കോടനാട് ആനവളർത്തു കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ഇണക്കം കാണിച്ച ആനക്കുട്ടിയെ ആനവളർത്തു കേന്ദ്രത്തിലേക്ക് മാറ്റുവാൻ ബുദ്ധിമുട്ട് ഉണ്ടായില്ല എന്ന് വനപാലകർ പറയുന്നു. തുവൂർ പഞ്ചായത്തിലെ ഏറാഞ്ചേരി ദളിത് കോളനിയിൽ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി രൂപീകരിച്ചു. 56,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പദ്ധതിയിൽ നിന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടും ഒരു തുള്ളി വെള്ളം പോലും ലഭിച്ചിട്ടില്ല. പദ്ധതിക്കായി സ്ഥാപിച്ച ജലസംഭരണി ഉയർത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് പട്ടികജാതി വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ കൂടി അനുവദിച്ചതോടെയാണ് കോളനിവാസികൾ കർമ്മസമിതി രൂപവത്കരിച്ചിട്ടുള്ളത്. 56,000 രൂപയുടെ കുടിവെള്ള പദ്ധതിയുടെ സംഭരണി ഉയർത്തിവെക്കാൻ 5 ലക്ഷം രൂപ വിനിയോഗിക്കേണ്ടതില്ലെന്നും ഫണ്ട് ദുർവിനിയോഗം ചെയ്യുവാനുള്ള മാർഗമാണ് എന്നുമാണ് കോളനിക്കാർ പറയുന്നത്. ഏറാഞ്ചേരി കോളനിയിലെ കർമ്മസമിതി രൂപവത്കരണ യോഗത്തിൽ തെറ്റത്ത് ബാലൻ, ശിവദാസൻ, ഫാത്തിമ, അണ്ണാനി എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി പൂക്കോടൻ അയ്യപ്പനെ ചെയർമാനായും കുറുങ്ങോടൻ ഗോപാലിനെ കൺവീനറായും തെരഞ്ഞെടുത്തു. കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമത്തെ രാഷ്ട്രീയ പ്രേരിതമായി ഒരു വിഭാഗം ആളുകൾ എതിർക്കുകയാണെന്നും വളരെയധികം ശ്രമിച്ചിട്ടാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ലഭിച്ചതെന്നുമാണ് മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പദ്ധതിയിൽ ക്രമക്കേടുള്ളതായി റിപ്പോർട്ട് ലഭിച്ചതിനാൽ അധിക ഫണ്ട് വിനിയോഗത്തിന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ പ്രവർത്തനാനുമതി നൽകിയിട്ടില്ല. പൂക്കോട്ടുംപാടം വൃന്ദാവൻ എസ്റ്റേറ്റിലെ പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രകടനവും ഉപരോധ സമരവും സംഘടിപ്പിച്ചു. മാമ്പറ്റിയിൽ നടന്ന ഉപരോധ സമരത്തിൽ 100 കണക്കിന് തൊഴിലാളികളാണ് പങ്കെടുത്തത്. അമരമലം പഞ്ചായത്തിലെ വൃന്ദാവൻ എസ്റ്റേറ്റിലെ 2 തൊഴിലാളികളെയാണ് ന്യായമായ അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് മാനേജ്മെന്റ് പിരിച്ചുവിട്ടതായി തൊഴിലാളി യൂണിയനുകൾ ആരോപിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് INTUC ആദ്യം മുതലേ സമരരംഗത്ത് ഉണ്ടായിരുന്നു. പ്രതിഷേധ സമരങ്ങൾ ഫലം കാണാത്തതിനെ തുടർന്നാണ് 12-ന് സൂചനാ പണിമുടക്കും തുടർന്ന് 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കും നടത്തുന്നതിന് പൂക്കോട്ടുംപാടത്ത് ചേർന്ന സംയുക്ത തൊഴിലാളി യൂണിയൻ കൺവെൻഷൻ തീരുമാനിച്ചത്. 128 ദിവസം നീണ്ടുനിന്ന പ്രതിഷേധങ്ങളോട് മാനേജ്മെന്റ് നിഷേധ നിലപാടാണ് പുലർത്തിയതെന്നും തൊഴിലാളി സംഘടനാ നേതാക്കൾ കുറ്റപ്പെടുത്തി. അന്യായമായി പിരിച്ചുവിട്ട തൊഴിലാളിയെ ഈ 2011 കാലയളവിൽ അവസാനിക്കുന്ന തീയതിക്ക് മുമ്പായി ഈ തൊഴിലാളിയെ മാനേജ്മെന്റ് തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ സൗമ്യമായ രീതിയിൽ പല പ്രാവശ്യങ്ങളായി സംസാരിക്കുന്ന തൊഴിലാളി 127 ദിവസമായി സമരത്തിലാണ്. ഈ സമരം ഒരു അഗ്നിസമരമായി കണ്ടുകൊണ്ട് എസ്റ്റേറ്റ് ഉടമ തയ്യാറാവണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. പ്രകടനത്തിന് PT ഉമർ, KT അലവി, K വാസുദേവൻ, PT അബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി. ചെറുകിട തോട്ടം തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിച്ചു. പൂക്കോട്ടുംപാടം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ തൊഴിലാളി നേതാക്കൾ പങ്കെടുത്തു. അല്ലെങ്കിൽ ആ കയറ്റിക്കാണ്ട് എന്ന രാട്ടപ്പേരിലേക്ക് എത്തിക്കാൻ അവർ ആരോഗ്യമില്ലാതെയായിരിക്കും. തിരിച്ചുവിടാനുള്ള കാരണങ്ങളാണതൊക്കെ. ഇത്രമാത്രം ബാലിശമായ രീതിയിൽ ഈ തൊഴിലാളിയോട് ക്രൂരമായ രീതിയിൽ അവരുടെ അധ്വാനത്തിന്റെ അവസാനത്തിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പൂക്കോട്ടുംപാടത്ത് സംയുക്ത ചെറുകിട തോട്ടം തൊഴിലാളി കൺവെൻഷൻ സംഘടിപ്പിച്ചത്. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ CITU പ്രതിനിധി K വാസുദേവൻ, INTUC പ്രതിനിധി KT അലവി,
AITUC പ്രതിനിധി PT ഉമ്മർ, BMS പ്രതിനിധി KC വേലായുധൻ, STU പ്രതിനിധി PT അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. നൂറുകണക്കിന് തൊഴിലാളികളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. 300 മരം വെട്ടി പാൽ അരിച്ചെടുക്കുന്നതിന് 500 രൂപയും ഷീറ്റ് അടിക്കുന്നതിന് ഒരു ഷീറ്റിന് 1 രൂപയും സ്ലോട്ടർ മരം ഒന്നിന് 3 രൂപ 50 പൈസയും CUT മരം ഒന്നിന് 2 രൂപയും ജനറൽ വർക്കുകൾക്ക് 350 രൂപയും ആക്കി കൂലി നിജപ്പെടുത്തണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വിവിധ പെൻഷൻ സംഘടനകളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ താലൂക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആലീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇനിയൊരു ഇടവേള.